ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജംഗിയിൽ നിന്ന് കുറച്ച് മാറി, അതായത് തവാങ് പോകുന്ന റൂട്ടിലാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെൻറ്റ് അടിച്ചത് ഈ ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ടെൻറ്റ് ഇവിടെ ഉണ്ട്, ഈ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ ടെൻറ്റ് അടിച്ചത്. ആദ്യം നമ്മൾ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ അടിക്കാമെന്ന് വെച്ച്, പിന്നീട് ആലോചിച്ച് ഇവിടെ സ്പേസ് ഉണ്ടപ്പോൾ ഇവിടെ അടിച്ചേട്ടാ. പിന്നെ സൈക്കിളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ വെയിൽ വന്നിട്ടുണ്ട്, ഈ ഒരു സൈഡിൽ നല്ല തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് കൊണ്ടിട്ടിടക്ക് അവിടെ ആൾക്കാർ വെയിൽ കൊള്ളാൻ വേണ്ടിയിരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് നേരം അവിടെ വെയിൽ കൊണ്ടിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സൈക്കിൾ പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഏകദേശം എന്തായാലും നമ്മൾ ഇന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ദൂരം ഇറക്കം കഴിഞ്ഞ് ബാക്കി മൊത്തം കയറ്റൊരുക്കും കേട്ടോ തവാങ്ങിലേക്ക്. ആ കാണുന്നതാണെന്ന് തോന്നുന്നത് തവാങ് എന്ന് പറയണത്. എന്തായാലും ഇതൊക്കെ മടക്കി വെച്ചിട്ട് പയ്യെ ഇറങ്ങാം കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിനി തവാങ്ങിലേക്കാണ് പോണത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം ഇറക്കമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് കയറ്റം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അങ്ങോട്ടേ കയറ്റമാണ് ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ഫുള്ള് കയറ്റമായിരിക്കും കേട്ടോ. ഇനി തവാങ് വരെ കയറ്റമാണ്, അത് കഴിഞ്ഞ് ബുംബിലൊക്കെ പോകുമ്പോഴും കയറ്റമായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം ഇറങ്ങാനുള്ളത് ഇറങ്ങി ആസ്വദിച്ച് പോവാം, കയറാനുള്ളത് അതും കയറി ആസ്വദിച്ച് പോവാട്ടാ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആ കാണുന്നതാട്ടാ ജങ് എന്ന് പറഞ്ഞ വില്ലേജ്. നമ്മൾ ഇന്നലെ ഇറങ്ങി വന്നത് അവിടെ നിന്നാണ്. അതിൻ്റെ മേളിലൊക്കെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടാ. എന്നാലും പയ്യെ ഇറങ്ങിപ്പോട്ടെ നമുക്ക്. അത്യാവശ്യം ബൈക്ക് റൈഡേഴ്സൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും കഴിഞ്ഞു പോയതായിക്കോട്ടെ. ഇനി ആൾക്കാർ വരാനൊക്കെ ഉണ്ട് കേട്ടോ, മേളിൽ നിന്നും താഴത്തുനിന്നും. നമ്മളെ പോണേക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇത് ക്രോസ് ചെയ്ത് വേണം പോകാൻ. അതിൻ്റെ അടിയിൽ ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ കെട്ടിയേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് കയറ്റം സ്റ്റാർട്ട് ചെയ്യണത്. കണ്ടില്ലേ, തവാങ് 32 കിലോമീറ്റർ കാണിക്കണ്ട കേട്ടോ. ഇവിടുന്ന് തവാങ് 32 കിലോമീറ്റർ. ഇപ്പം പിന്നെ ബൊംഡിർ 18 കിലോമീറ്റർ, വൈ ജംഗ്ഷൻ 54 കിലോമീറ്റർ, ബുംല 64 കേട്ടാ. കേരളം മക്കളെ, ഷെൻസ്റ്റാറിലേക്ക് 65. നമ്മളെന്തായാലും കയറും കേട്ടാ. ടൂറിസ്റ്റുകളൊക്കെ കുറേ പോയിട്ട് തിരിച്ച് റിട്ടേൺ പോണതാണ് കേട്ടാ. നമ്മുടെ രാവിലത്തെ ഫുഡാണിത്. ഇതൊരു ഫ്രൂട്ടാണ് കേട്ടോ, ഇവിടെയുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പം അത് ചെത്തി കഴിക്കണം. ഇത് തക്കാളി പോലെയും ഇത് രണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു റിവറാണ് ഒഴുകി പോണത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെയിലുണ്ട് അത്യാവശ്യം. നമ്മളിനി കയറും തോറും വെയിൽ കുറഞ്ഞ് തണുപ്പ് കൂടി വരും കേട്ടോ. ഇനിയിപ്പോൾ നേരെ ബുംല അങ്ങാടൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ടെന്നാണ് കേട്ടേക്കണം. അതുപോലെ തന്നെ സ്നോഫാൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ പോണ ടൈമിൽ ലൈവ് സ്നോഫാൾ കിട്ടിയേക്കാം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ടാ. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ചെത്തിയതാണ്. ചെത്തി നല്ല മധുരം ഉണ്ടോ. എന്താ പറയാ, ആപ്പിളല്ല, ആപ്പിളിൻ്റെ ഒക്കെ ഒരു വേറെ തന്നെ ഫീലാണ് ഇത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചോട്ട് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുവാന്നും ഒരു പിടുത്ത് വരാം കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടണമെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. ഈ കാണാണ്ട ഫ്രൂട്ട്. നമ്മൾ പോണ ഓരോ ഗ്രാമങ്ങളിലും ഇതേപോലെ ബുദ്ധിസ്റ്റിൻ്റെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് വെൽക്കം ടു ഷൈറോ. ഗ്രാമത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണോ എടുത്തില്ല കേട്ടോ. ഞാനിപ്പോൾ വന്നുള്ളൂ, ഞാൻ ഇതിനെ കുറിച്ചൊന്നും നോക്കിയില്ല കേട്ടോ. നമ്മൾ നേരെ പോണ റൂട്ട് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വണ്ടികളൊക്കെ ഒരുപാട് വന്നുണ്ട്. പട്ടാളത്തിൻ്റെ വണ്ടിയാണ് കേട്ടോ പുറകിൽ തന്നെ. അല്ലാതെ ടൂറിസ്റ്റുകളും വന്നും പോയൊക്കെ ചെയ്യാൻ കേട്ടോ. നമ്മളെ പോണ വഴിക്ക് ഒന്ന് നിർത്തിയാണ്ട. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റിവറില്ലേ, അത് ഒഴുകി പോണ വഴിക്ക് അടിയിൽ കൂടെ നല്ല പവറുണ്ട് കേട്ടാ. നല്ല ഭംഗിയാണല്ലേ കാണാൻ വേണ്ടി. നമുക്ക് ഇവിടെ നിന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ഓരോരോ കല്ലുകൾ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. ഇല്ലേ, ഒരുപാട് വണ്ടികൾ പോണുണ്ട്. ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഒരു 17 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കണത്. തണുപ്പൊന്നുമില്ല കേട്ടോ, അങ്ങനെ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യാറില്ല. ഞാൻ പിന്നെ ഇത് ഇട്ടെന്നുള്ളൂ. ഇതിപ്പോൾ ഒരു മാറ്റം കേട്ടോ. നമ്മളെ ഇപ്പോൾ വന്ന വഴിക്ക് കണ്ട ഒരു റിവറില്ലേ, ആ റിവറിലേക്ക് ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകണ്ട കേട്ടാ. കണ്ടില്ലേ,
ഒരു വെള്ളം മൊത്തം ഒരു എന്താ പറയുക ഒരു അണ്ടർപാസ് വഴി ഒഴുകി പോണതാണ്. ഇതൊക്കെ കുടിക്കാൻ പറ്റൂടാ, മലയിൽ നിന്ന് തന്നെ വെള്ളമാണ്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ, കാരണം മേളിൽ നിന്നാണ് വന്നത്. ഇവിടെ ഇപ്പോൾ വെയിലുണ്ടെങ്കിലും ഇപ്പോൾ ചെറിയ തണുപ്പ് കുറവുണ്ടെങ്കിലും പക്ഷേ മേളിലൊക്കെ നല്ല തണുപ്പാട്ടാ. അവിടെ നിന്ന് ഒഴുകി തന്നെ വെള്ളമാണ്. നമ്മളിനി പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. എൻ്റെ സൈക്കിളിലേക്ക് ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകൾ പോകണം കേട്ടോ. വരെയും പോവുകയൊക്കെ ചെയ്യേണ്ടത്. കാരണം നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് കൊൽക്കത്തയിലുള്ള ആൾക്കാരാണ്, മലയാളികളൊക്കെ കാണണ്ട കേട്ടോ. അതുപോലെ തന്നെ ആസാം, പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലാണ് കൂടുതൽ ബൈക്കേഴ്സിനെയും അതുപോലെ തന്നെ ഉള്ള ആൾക്കാരെ കാണുന്നത്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും മഞ്ഞ് വീണ് തുടങ്ങും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും നമുക്ക് സൈക്കിളിലൊക്കെ പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കാം കേട്ടോ. നമ്മളെന്തായാലും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ പോകുള്ളൂ കേട്ടോ. കാരണം അരുണാചലി ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലേസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു വിഷമമായി പോകും. അപ്പോൾ അതാണ്ടാ. പിന്നെ അതുപോലെ തന്നെ ജങ് എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അതിൻ്റെ പാർട്ടാണ്ടാ കാണുന്നത് അല്ലേ. അതെന്തോ ഒരു മൊണാസ്ട്രിയുടെ ഭാഗമാണെന്ന് തോന്നുന്നത്. ആ ബൈക്കിന് പോണത് 2 മലയാളികളാണ് കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തരാം. നമ്മൾ 2 മലയാളികളെ കണ്ടുമുട്ടി. എങ്ങനെ പേരെങ്ങനെ ബ്രോ? സഹലി. എവിടെ നാട്ടില്? തൃശ്ശൂര്. ബ്രോ എങ്ങനെ പേര്? എങ്ങനെ? മുബഷിർ. നാട്ടില് തൃശ്ശൂർ തന്നെ. ഓ, അപ്പൊ എത്ര ആളായി നിങ്ങളുടെ യാത്ര വിശേഷങ്ങളെന്ന് പറ. യാത്രയുടെ വിശേഷങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്തായാലും യാത്രയൊക്കെ ഉഷാറാക്കി എന്തായാലും കണ്ടുവിടും. ഓക്കെ ബ്രോ, എന്തായാലും അത് തന്നെ കാണാം, എന്തായാലും കണ്ടുവിടും. ഓക്കെ, യാത്രയൊക്കെ ഉഷാറാക്കി എന്തായാലും. ഓക്കെ ശരി. ഈ ഒരു ഏരിയയിലുണ്ടല്ലോ അത്യാവശ്യം നല്ല തണലുണ്ട് കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മലയൊക്കെ ഒഴിങ്ങൾ അതിൻ്റെ അവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ മഞ്ഞ് വീണ് കിടപ്പാണ് കേട്ടോ. അതാണ് തോന്നുന്നത് ബുംല പോണ റൂട്ട് കേട്ടോ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ബുംലയിലൊക്കെ മഞ്ഞ് വീണിട്ടുണ്ടെന്നാണ് കേൾക്കണത്. ഒരു പിടുത്തമില്ല കേട്ടോ. പിന്നെ ഇവിടെ എന്തോ ഒരു ഗ്യാരേജൊക്കെ ഉണ്ട്. ബൈക്കിനും അതുപോലെ തന്നെ കാറ് അല്ലാത്ത വണ്ടികളിലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലായിടത്തും ഗ്യാരേജുകളും ഷോപ്പുകളൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ സൈക്കിളിൽ വരുമ്പോൾ എനിക്ക് പറഞ്ഞ ഒരു സാധനം കിട്ടില്ല. അപ്പോൾ സൈക്കിളിൽ വരുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കുക. കടകളൊക്കെ എല്ലാം അടച്ചിട്ടേക്കണേല്ല. ഇന്ന് വല്ല അവധി വല്ലതും ഉണ്ടോ? നല്ല വിശപ്പുണ്ട്. അത്യാവശ്യം കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കണ വീടാണ്ടാ കാണേട്ടാ. ഇപ്പം ചെറിയ രീതിയിൽ വഴിയൊക്കെ ഒന്ന് ചെറുതായി. ഇത് 2 വേ ആണ്ട, 1 വേ അല്ല. അപ്പുറം ഇപ്പുറം വണ്ടികളൊക്കെ പോണ റൂട്ടാണ്ടാ. പക്ഷേ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ സ്പേസ് ഉണ്ടാവൂല. നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. അതുപോലെ തന്നെ നല്ല കയറ്റമുണ്ട്. ഇത്ര നേരമായിട്ട് ഫുള്ള് കയറ്റമുണ്ടാ. തവാങ് വരാൻ കയറ്റമുണ്ട്, അത് ഇനിയും കയറ്റമുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും എനിക്ക് കണ്ടൊരു മറ്റൊരു കാഴ്ചയുണ്ടാ. ഫുള്ള് കൃഷിപ്പാടമാണ്. ഇതിങ്ങനെ കമ്പിയിൽ വെച്ച് ഇങ്ങനെ കെട്ടിയേക്കണോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഒരു പട്ടി വന്നേക്കണേ. എന്തൊരു ഓർമ്മയുള്ളൂ എനിക്ക്. അല്ലേ നല്ല കാലിലെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മക്കളെ വ്യൂ. ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ വന്നത്. അതാണ് ജങ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കലങ്ച എന്നാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. എന്നാലും അത്യാവശ്യം വീടുകളും പിന്നെ അതുപോലെ തന്നെ ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ ഹോം സ്റ്റേയുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ. അതുപോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് ചെറുകിട കൃഷികളുണ്ട്. നിങ്ങളിപ്പോൾ വന്നൊഴിക്കണ്ടില്ലേ, ആ ഒരു സംഭവം ഇവിടെയുള്ള ആളുകളിലേക്ക് ഉണ്ടാവും. ഓക്കെ എങ്ങോട്ടൊക്കെ പോണ റൂട്ടാണിട്ടത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് തവാങ് പോണ റൂട്ടിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയിട്ടാ. ഒരു മലയാളിയുടെ ഒരു ചെറിയ വീടുണ്ട് അവിടെയാണ്. എങ്ങനെയാണ് പേരൊന്ന് പരിചയപ്പെടുത്തുന്നത്? അശ്വിൻ NK. നാട്ടിലെവിടെയാണ്? കോഴിക്കോട് താമരശ്ശേരി എസ്റ്റേറ്റ്. അപ്പൊ ഇവിടെ എത്ര നാളായി? 2 കൊല്ലം 6 മാസം. അല്ല അപ്പൊ ഇവിടെ എന്തായിട്ടാ വർക്ക് ചെയ്യണത് ശരിക്കും? AC-ലല്ലേ? ഓ, അപ്പൊ എന്തായാലും ബ്രോ നിങ്ങളെ കണ്ടതിന് സന്തോഷം കേട്ടോ. അപ്പൊ ഇവിടെ മീൻകറി ഉണ്ടാക്കാണ്ട് പിന്നെ ചോറും ദാലും അല്ലേ ബ്രോ? അപ്പൊ ഇതാണ് നമ്മുടെ റൂം.